അങ്ങനെ ആക്കാനോ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഷുട്ടു ആൻഡ് മമ്മ. അപ്പൊ ഇതേ ഷുട്ടുപ്പി ഞാനും എണീച്ചിട്ടുണ്ട്. നമ്മൾ ഇന്ന് നേരത്തെ എണീച്ചു. 7 മണി ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ നേരത്തെയാണ് ഇന്ന്. ഷുട്ടുപ്പി ഉറക്കം എണീച്ചത് എവിടെ ഇങ്ങനെ ഇരുന്നിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ ഡെയിലി വ്ലോഗ് തന്നെയാണ്. ഇന്ന് നമുക്ക് രാവിലെ തന്നെ എണീച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോകണം. ബ്ലഡ് ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഡോക്ടറെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ആക്കിത്തരാം. പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ പോകാനും ഡോക്ടറിനെ കാണാൻ വേണ്ടിയിട്ട് ഇന്നത്തെ പ്രധാന പരിപാടി അതാണ്. ഞാൻ എന്തായാലും പെട്ടെന്ന് പോയിട്ടൊന്ന് റെഡിയപ്പാണ്. നമുക്ക് 9 മണിയൊക്കെ ആകുമ്പോഴേക്ക് പോകണം. എനിക്ക് വാക്കിംഗ് ടോക്കൺ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, നോർമൽ ടോക്കൺ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം എന്തായാലും നമ്മൾ വേഗം പോയിട്ട് ബ്രഷൊക്കെ ചെയ്ത് റെഡി ആവട്ടെ. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ എണീച്ച് ബ്രഷൊക്കെ ചെയ്തു താഴെ വന്നിട്ട് ഷുട്ടൂപ്പി പിന്നെ രാവിലെ എണീച്ചതിൻ്റെ ആ ഒരു ഹാങ് ഓവറിലുള്ളത്. ഇന്ന് നമുക്ക് ദോശ ചെറുപയർ കറിയാണ്. അപ്പം ഞാൻ ഇവിടെ ഒന്ന് കുറച്ച് ചൂടോളം വെച്ചു, കാരണം രാവിലെ തന്നെ ആയതുകൊണ്ട് ഇച്ചിരി തണുപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ ഒന്ന് ഫ്രഷപ്പ് ആക്കി എടുക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പം നമുക്ക് ദോശ കഴിക്കണം. ഇതാ ദോശയുണ്ട് ചുട്ടു. നമ്മൾ കറി ഇവിടുന്ന് തിളക്കുന്നുണ്ട്. അപ്പം ഇതാ എൻ്റെ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം എനിക്ക് ഞാൻ ചായ കുടിച്ചിട്ട് ചുട്ടിന് കൊടുക്കണം. അവൾ അമ്മമ്മേൻ്റെ കൂടെ തുണി അറിയിടാൻ വേണ്ടിയിട്ട് ഓടിയിട്ടല്ലേ. അപ്പം ഞാൻ എന്തായാലും പെട്ടെന്ന് ചായ കുടിക്കട്ടെ, സമയം പെട്ടെന്ന് പോകുന്നുണ്ട്. ടൂറെടുക്കാൻ എന്തിനി ടൂറെടുക്കട്ടെ. 2 3 5 3 കഴിഞ്ഞ 5 വാ കാണുന്നില്ല. ഹായ് 7 8. ചൂട്ടുപ്പി ചായ കുടിക്കാൻ പോന്നു. ദോശ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ദോശയും ചൊവ്വാരും കഴിക്കാനല്ലേ. ഓ പിന്നെ അത് വേണ്ടാണ്ട് എടുക്കട്ടെ. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. ഇപ്പം സമയം 8:30 കഴിഞ്ഞു. 9 മണിക്കെങ്കിലും ഇവിടുന്ന് ഇറങ്ങണം. അപ്പം ഞാൻ പെട്ടെന്ന് ക്യുക്കായിട്ട് റെഡി ആയിട്ട് നമുക്ക് പോകുന്ന വഴി കാണാം. ഓക്കെ, അപ്പം നമ്മൾ റെഡിയായി. നമ്മൾ പ്രതീക്ഷിച്ചതിലും കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. 9:20 കഴിഞ്ഞു. അപ്പം എന്തായാലും നമുക്ക് പോയിട്ട് വരാം. നീ പറഞ്ഞ സ്ഥിതിക്കായിരിക്കും. നീ അത് തുറന്നിട്ടില്ല. നീലൂട്ടി പോവാ ചുട്ടാ. ഏതായി മൊഞ്ച്. അങ്ങനെ നമ്മളെല്ലാവരും റെഡിയായി. അപ്പോഴേക്കും ഇതാ അപ്പു വന്നിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, അവൻ എടുക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവനെ തന്നെ എടുത്തു. അവസാനം ഇതാ നമ്മളെല്ലാവരും കൂടെ ഇറങ്ങിയിട്ടുണ്ട്. ഞാനും അമ്മയും കൂടിയാണ് പോയിട്ടുണ്ടായിരുന്നത്. അമ്മയ്ക്കും എന്തായാലും ഡോക്ടറെ കാണണം, അതുകൊണ്ട് പോയി. വണ്ടി കയറി അപ്പം തന്നെ ഞാൻ ഷുട്ടൂന് പാലൊക്കെ കൊടുത്ത് ഒന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ പിന്നെ അവൾക്ക് വിശന്ന് ഇതാവണ്ടല്ലോ, കാരണം രാവിലെ തന്നെ ആയതുകൊണ്ട് കുറച്ച് മാത്രമേ ദോശ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞാൻ പാലൊക്കെ കൊടുത്ത് സെറ്റാക്കി. അപ്പോഴേക്കും ഇതാ നമ്മൾ ഹോസ്പിറ്റലിൽ എത്താറായി. എന്താ പറയുക, അവിടെ നമ്മൾ ഒരു 9:30 9:45 ആകുമ്പോഴും എത്തി. നമുക്ക് അത്ര ദൂരമേ ഉള്ളൂ മിംസിലേക്ക്. അവിടെ എത്തിയപ്പോൾ ഡോക്ടർ ഉണ്ടായിരുന്നില്ല, നമ്മൾ OPയിൽ പോയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് സമയം നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. നമ്മൾ വെയിറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് ഷുട്ടൂപ്പി എന്താ പറയുക, അവിടെ എല്ലാം ഇളക്കി മറിച്ചിട്ടുണ്ടായിരുന്നു. 1 മിനിറ്റ് അവിടെ ചുമ്മാ ഇരുന്നില്ല. എന്താ പറയുക, എല്ലാവരുടെ അടുത്തും പോവുകയും എന്താ പറയുക, അങ്ങോട്ട് പോവുകയും ഇങ്ങോട്ട് പോവുകയും അവിടെയും പോയി ഇവിടെയും പോയി എല്ലാവരുടെ അടുത്തും പോയി സംസാരിക്കുകയും എല്ലാ പരിപാടിയായിരുന്നു. അവസാനം ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് ഡോക്ടർ വന്നാൽ മതി എന്നുള്ള അവസ്ഥയിലായിപ്പോയി. എങ്ങനെ പിടിച്ചു വെച്ചാൽ പിന്നെ നിൽക്കില്ലായിരുന്നു. അങ്ങനെ ലാസ്റ്റ് നമ്മൾ റൗണ്ട്സിനൊക്കെ കഴിഞ്ഞ് ഡോക്ടർ കയറി ഇറങ്ങിയപ്പോൾ ഇതായിരുന്നു അവസ്ഥ. അവൾ ഡോക്ടർക്ക് ടെലസ്കോപ്പ് കൊടുത്താണ് പിന്നെ പുറത്തേക്ക് വന്നത്. ഇനി വീട്ടിലേ ഇനി എവിടെയും പോകുന്നില്ല. ഇനി എവിടെയും പോവില്ല പോലും. നമ്മൾ വീട്ടിൽ പോയിനി. ചെക്കപ്പും കാര്യമൊക്കെ കഴിഞ്ഞ് പിന്നെന്താ നമ്മൾ വണ്ടിയിൽ കയറി. എനിക്ക് ഇപ്രാവശ്യവും ഡോസൊന്നും കുറച്ച് തന്നില്ല. എന്താ അറിയില്ല, ഡോക്ടർ മറന്നു പോയോ എന്തോ. പിന്നെ ഞാൻ വണ്ടിയിൽ നിന്ന് ചുട്ടൂന് കുറച്ച് റാഗി കൊടുത്തു. നമ്മൾ വീട്ടിൽ പോയിട്ട് ഇനി അമ്പലത്തിൽ പോകും ചോട്ടിനാല്ലേ. ഏത് അത് വീടല്ലേ. ഞാൻ മാങ്ങ തിന്നത്
നമ്മൾ നേരെ ചക്രക്കല്ലിലേക്ക് വന്നു. അമ്മേൻ്റെ ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്ത് കിട്ടാനുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് 2 ദിവസം നിരത്തി കല്യാണമാണ്. അപ്പോൾ അങ്ങനെ ഞാൻ പോയി ബ്ലൗസൊക്കെ വാങ്ങി വരുമ്പോഴേക്കും അവരവിടെ നമ്മൾ ചായയും പപ്സും ഒക്കെ പറഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ചായയും ഒരു പപ്സും സ്വീറ്റെക്സിലെ പപ്സാണ്. അപ്പോൾ അതൊക്കെ കുടിച്ച് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോയി. പിന്നെ വീട്ടിലെത്തിയിട്ട് പിന്നെ നേരെ അമ്പലത്തിലേക്ക് പോകാമെന്ന് നമ്മൾ വിചാരിച്ചു. വീട്ടിലെത്തി. വീട് തുറന്നിട്ടില്ല, ആക്ച്വലി കീ വാങ്ങാൻ പോയിട്ടുള്ളത്. പിന്നെ ഇനിയിപ്പം നമ്മളൊന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് അമ്പലത്തിൽ പോവും. അമ്പലത്തിൽ ഇന്ന് ഫുഡുണ്ട്. ഫുഡിന് വേണ്ടിയിട്ട് പോകുന്നതല്ല, ഇന്ന് 9-ാം തീയതി ആയതുകൊണ്ട് എല്ലാ മാസവും 9-ാം തീയതി ഇവിടെ ഫുഡുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ അവിടെ പോയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ ഒന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് പോകണം. വീട്ടിൽ കയറിയില്ല. അപ്പോൾ എന്തായാലും നമ്മളിനി അത് പോകുമ്പോൾ കാണിക്കാം. ഓക്കെ, ചുറ്റുവാവേ നോക്കപ്പാ, ചെരുപ്പ് ഊരണ്ട പോണ്ടേ നമുക്ക്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫ്രഷായി അപ്പം തന്നെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ചുട്ടൂനെ ഒന്ന് ജസ്റ്റ് ഡ്രസ്സൊക്കെ മാറ്റിച്ചു. കാരണം അവൾ അവിടെ നിന്ന് ഫുഡ് കഴിക്കുമ്പം നല്ല ഡ്രസ്സാണ്, അതിൻ്റെ അകത്തെല്ലാം ആക്കി കഴിഞ്ഞാൽ പിന്നെ മൊത്തം മഞ്ഞളൊന്നും പോവില്ലല്ലോ. അപ്പം ഞാനും ഒന്ന് ഡ്രസ്സ് മാറ്റി, അവളെയും ഡ്രസ്സ് മാറ്റിച്ചു. അങ്ങനെ ഇതാ നമ്മൾ അമ്പലത്തിലെത്തി. ഇത് നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നതാണെന്ന് നിങ്ങൾ വിചാരിക്കണേ. എല്ലാ മാസവും 9-ാം തീയതി ഇവിടെ ഫുഡ് ഉള്ളതാണ്. പ്രതിഷ്ഠാദിനം സംഭവമായതുകൊണ്ട്. അപ്പോൾ അമ്മ ഡെയിലി വരുന്നതായതുകൊണ്ട്, അല്ല മന്ത്ലി എല്ലാ മാസവും വരുന്നതായതുകൊണ്ട് ഇപ്രാവശ്യം ഞാനുള്ളപ്പോൾ ഞാനും കൂടെ വന്നു. അതിനിതാ നമ്മൾ വീട്ടിലെത്തി. ഷുട്ടൂപ്പിയും ഞാനും കുറച്ച് സമയം കിടന്നങ്ങ് ഉറങ്ങി. അങ്ങനെ ഇതാ നമ്മൾ ഉച്ചക്കത്തെ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീച്ചു. ഞാൻ അങ്ങനെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല, എനിക്ക് കുറച്ച് എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു ഇന്ന് ഇടാനുള്ള വീഡിയോ. അപ്പോൾ ഉച്ചക്ക് നമ്മൾ അമ്പലത്തിൽ പോയി കഴിച്ച് ഷുട്ടും അങ്ങനെ അധികം കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനൊരു ബിരിയാണി റൈസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനിപ്പം അവൾക്ക് കൊടുക്കണം. തീരെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഉച്ചക്ക്. ഞാൻ എന്തായാലും ഇനിയിപ്പോൾ അവൾ എണീച്ചിട്ട് ഒന്ന് സെറ്റായി വരുന്നേ ഉള്ളൂ. എന്നിട്ട് ആൾക്കത് കൊടുത്തിട്ട് ബാക്കി പരിപാടി. എനിക്ക് നാളെ ഒരു കല്യാണമുണ്ട്, എൻ്റെ ഫ്രണ്ടിൻ്റെ മാരേജ് റിസപ്ഷനാണ് നാളെ. അപ്പം അതിന് പോകാൻ വേണ്ടിയിട്ട് ഹെയറൊക്കെ ഒന്ന് മാസ്കൊക്കെ ഇട്ട് സെറ്റാക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ കുളിക്കണം. കുറച്ച് പരിപാടി ഉണ്ട് വൈകുന്നേരം. അപ്പം എന്തായാലും നമുക്ക് ചുട്ടിന് ഫുഡ് കൊടുക്കാൻ നോക്കാം. അമ്മ പുറത്ത് പോയപ്പോൾ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഈ ബിരിയാണി റൈസ്. അപ്പോൾ അതൊക്കെ ഞാൻ ഷുട്ടൂപ്പിക്ക് കൊടുത്തു. അതിന് ശേഷം പിന്നെ ഇതാ നമുക്ക് കല്യാണം ഒക്കെ ഉള്ളതായതുകൊണ്ട് ഞാൻ കുറച്ച് ഹെയർ കെയറും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഓവർലി ഷാമ്പു ഉപയോഗിക്കേണ്ട ആവശ്യമില്ലല്ലോ, ജസ്റ്റ് ഒന്ന് തടവി വിട്ടാൽ മതിയല്ലോ. അപ്പോൾ ഇത് ഭയങ്കര നറിഷിങ് ആയിട്ടുള്ളൊരു ഹെയർ മാസ്ക് കേട്ടോ. ചെമ്പരത്തി പിന്നെ ഇവിടെ ഇഷ്ടംപോലെ ഉള്ളത് കൊണ്ടും മുടിക്ക് നല്ലതായതുകൊണ്ടും ഞാൻ ഏത് ഹെയർ മാസ്ക് ആക്കുമ്പോഴും ചെമ്പരത്തി എപ്പോഴും ഉപയോഗിക്കും. പിന്നെ ഞാൻ എടുത്തിട്ടില്ല, ഇവിടെ കുറച്ച് ഒരു ചെറിയ കഷ്ണം കറ്റാർവാഴയാണ്. അത് ഇവിടെ വീട്ടിലുള്ളത് തന്നെയാണ്. എനിക്ക് തലയിൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. സ്കിന്നിന് കറ്റാർവാഴ വളരെ നല്ലതാണ്, പക്ഷെ എനിക്ക് ഉപയോഗിച്ചുകൂടാ. എനിക്ക് കറ്റാർവാഴ തട്ടി അപ്പം തന്നെ ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ, ചൊറിച്ചലാണ്. ഇപ്പം ഞാനിത് ആക്കി കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ കൈയും ഭയങ്കരമായിട്ട് ചൊറിയുന്നുണ്ടായിരുന്നു. എന്താ അറിയില്ല, ഞാൻ ചെറുപ്പം മുതലേ ട്രൈ ചെയ്ത് നോക്കാറുണ്ട്. മുഖത്ത് നല്ലതാണല്ലോ, നമുക്ക് നറിഷിങ്ങിനും നല്ലതാണ്. പിന്നെ കുരുവൊക്കെ പോകാൻ ബെസ്റ്റാണെന്ന് പറയുന്നത് കേട്ടിട്ട് ഞാനിങ്ങനെ ചെയ്ത് നോക്കുമായിരുന്നു. പക്ഷെ എനിക്ക് ഒട്ടും പറ്റാറില്ല. പിന്നെ സ്കിന്നിന് വേറെ പണി കിട്ടണ്ടെന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്യാറില്ല. പകരം ഞാൻ ചെയ്യുന്നതാണ് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അതിന് ഇതെല്ലാം കൂടെ ഞാൻ മിക്സ് ചെയ്തിട്ട് ഇനിയിപ്പം അരക്കാൻ പോവാണ്. കറ്റാർവാഴയും ഉണ്ട്, അതുപോലെ തന്നെ ചെമ്പരത്തി. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഈ തൈരാണ്. കുറച്ച് നമുക്ക് എത്രയാണോ ആവശ്യം അത്രയും തൈര് എടുക്കാം. തൈര് നമ്മുടെ സ്കാൽപ്പിൽ നമ്മുടെ ഡാൻഡ്രഫൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഭയങ്കര നല്ല സംഭവമാണ്. ഞാൻ അധികവും ആദ്യമൊക്കെ ഈ ഹെന്നയും തൈരും മിക്സ് ചെയ്തിട്ട് ഞാൻ നന്നായിട്ട് തേക്കാറുണ്ടായിരുന്നു. ഇപ്പം എനിക്കൊന്നിനും ടൈം കിട്ടാറില്ല. ആദ്യം എൻ്റെ സ്ഥിരം പരിപാടിയായിരുന്നു ഈ മൈലാഞ്ചി ചപ്പ് അരച്ച് തേക്കുക എന്നുള്ളത്. ഇപ്പം അതൊന്നും അങ്ങനെ നടക്കാറേ ഇല്ല. അങ്ങനെ മാസ്കൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചു. സ്കിന്നിൽ പിന്നെ അങ്ങനെ കാര്യമായിട്ടൊന്നും ചെയ്യാനൊന്നും ഉണ്ടായിരുന്നില്ല. അത് പിന്നെ എന്തായാലും നാളെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്ന് അവിടെ ഇവിടെയൊക്കെ പോയി വന്ന് ഭയങ്കരമായിട്ട് ടയർഡായിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, ചക്രക്കല്ല് നട്ടപ്പൊരു വെയിലത്തായിരുന്നു ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ എന്തോ ഭാഗ്യത്തിന് എനിക്ക് തലവേദനയൊന്നും വന്നില്ല. അതിൻ്റെ ഒരു സമാധാനത്തിലിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഹെയർ മാസ്ക് ഇതുപോലെ ഓരോ പാർട്ടീഷനായിട്ടാണ് എപ്പോഴും റൂട്ട് മുതൽ ഇങ്ങനെ താഴോളം ഞാൻ തേച്ച് കൊടുക്കും. ഇതൊക്കെ കൊണ്ടാണ് കുറച്ചെങ്കിലും എൻ്റെ മുടി കൊഴിച്ചിലുണ്ടെങ്കിലും കുറച്ചെങ്കിലും ഒന്ന് കാണാൻ വേണ്ടി നിൽക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ്. അല്ലാണ്ട് നമുക്ക് ഈ പോസ്റ്റ്പാർട്ടം ഹെയർ ഫോൾ എന്ന് പറയുന്ന സംഭവം ഭയങ്കര ടഫാണ് ശരിക്കും പിടിച്ച് നിർത്താൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ മിനിമലിസ്റ്റിൻ്റെ നമ്മുടെ ഒരു ഹെയർ ഗ്രോത്ത് സിറം കൂടി അപ്ലൈ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം എനിക്ക് അത്രയും നല്ല ഹെയർ ഫോൾ ഉണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ച് ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ആക്ച്വലി പറയുകയാണെങ്കിൽ അത് രാത്രി എല്ലാ ദിവസവും അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഞാൻ എവിടെയെങ്കിലും പോകുന്ന ദിവസം ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കാറില്ല. കാരണം പിറ്റേ ദിവസം രാവിലെ തന്നെ തല കുളിച്ചാൽ പിന്നെ
ഞാൻ ഹെയർ ഡ്രയർ അങ്ങനെ യൂസ് ചെയ്യുന്ന ആളല്ല. അതുകൊണ്ട് ഞാൻ എവിടെയെങ്കിലും പോകുന്ന ദിവസം ഞാനിപ്പോൾ അപ്ലൈ ചെയ്ത് കൊടുക്കാറില്ല. പക്ഷെ ഡെയിലി അപ്ലൈ ചെയ്യണം. ഇനിയിപ്പം ഈ കല്യാണവും പരിപാടിയും തിരക്കൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഡെയിലി അപ്ലൈ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഹെയർ മാസ്ക് എല്ലാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പം ചായ വെക്കണം. എന്നിട്ട് പിന്നെ ചുട്ടൂനെ കുളിപ്പിച്ചിട്ട് വേണം എനിക്ക് കുളിക്കാൻ വേണ്ടിയിട്ട്. അപ്പം എന്തായാലും നമ്മളേക്ക് ചായ വെക്കട്ടെ. അമ്മയ്ക്ക് കട്ടനായിരിക്കും, എനിക്ക് പിന്നെ ഓൾവേസ് ഗ്രീൻ ടീ. അപ്പം എന്തായാലും ഞാനതാക്കട്ടെ. അങ്ങനെ ചായ കുടിയെല്ലാം കഴിഞ്ഞ് നമ്മളിതാ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഷുട്ടൂപ്പിനെയും കുളിപ്പിച്ച് ഞാൻ പിന്നെ നേരെ പോയി കുളിച്ചു. ഞാൻ ഷൂട്ട് ചെയ്യാൻ മറന്നുപോയി ആക്ച്വലി. അത് കഴിഞ്ഞ് ഇതാ ഇപ്പോഴേക്കും പിന്നെ വിളക്കെല്ലാം കത്തിച്ച് സെറ്റാക്കി. അച്ചാച്ചനും അമ്മമ്മയ്ക്കും കൂടി അമ്പലത്തിൽ പോകാനുണ്ട്. അങ്ങനെ നമ്മൾ വിളക്കത്തിക്കലും പരിപാടിയും എല്ലാം കഴിഞ്ഞു. ഞാൻ ഇത് ഷുട്ടൂന് മുട്ട കൊടുത്തോണ്ടിരിക്കുകയാണ്. ഇനിയിപ്പം രാത്രി പ്രത്യേകിച്ച് ഒന്നും ആക്കുന്നില്ല. അച്ഛനമ്മയും കാവിൽ പോയിട്ടുള്ളത്. പിന്നെ രാത്രി എനിക്ക് എന്തായാലും ഇവിടെ കുറച്ച് റൈസ് കഴിക്കാനുണ്ട്, വെറുതെ കളയണ്ടല്ലോ. അതുകൊണ്ട് തന്നെ രാത്രി വേറെ ഒന്നും ആക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പം എന്തായാലും ഇപ്പം ഞാൻ ഇവളെയും കൊണ്ട് കുറച്ച് സമയം ഒന്ന് ചില്ല് ചെയ്തിരിക്കണം. ആരും ഇല്ലാത്തതുകൊണ്ട് ഇവള് ഭയങ്കര അലമ്പായിരിക്കും. അപ്പം എന്തായാലും ഞാൻ നോക്കട്ടെ. അച്ഛനും അമ്മയും വരാൻ ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഞാനും ഷുട്ടും കൂടി ഇരുന്ന് കുറച്ച് ഫുഡൊക്കെ കഴിച്ചു. അവൾക്കും കൊടുത്തു, ഞാനും കുടിച്ചു. പിന്നെ ബ്രോഡാഡി ഉണ്ടായിരുന്നു. നമ്മളിരുന്ന് സിനിമ കണ്ടു കുറച്ച് സമയം. നമ്മൾ എല്ലാ പരിപാടിയും കഴിഞ്ഞ് മേലെത്തി ഗൈസ്. അച്ഛനും അമ്മമ്മയും ഉറങ്ങാൻ കടന്നു തരാം. അപ്പം എല്ലാവർക്കും എന്തായാലും ഗുഡ് നൈറ്റ്. നമ്മൾ നാളത്തെ വീഡിയോ ആയിട്ട് വരാം. നാളെ ആക്ച്വലി കുറച്ച് നല്ല ബിസി ഉള്ള ദിവസമാണ്. നാളെ തന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണ റിസപ്ഷൻ ആണ്. അപ്പം അതിന് പോകണം. ഇവിടുന്ന് വടകരയാണ് പോകേണ്ടത്. അവിടെയാണ് കല്യാണ റിസപ്ഷൻ. അപ്പം അതിൻ്റെ വീഡിയോസ് ആയിട്ട് നമ്മൾ നാളെ കാണാം. അപ്പം അതുവരെ ബൈ ബൈ. പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സബ്സ്ക്രൈബ് പറഞ്ഞ ചുട്ടു. അപ്പോൾ ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്. See you tomorrow. See you tomorrow.